പ്രധാന സേവകനെ കാത്തിരിക്കുകയാണ് അനന്തപുരി. രാവിലെ 10:30 അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷം VSSCയിൽ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകും. എന്നാൽ ഇപ്പോൾ ഓൾ സയൻസ് കോളേജ് ജംഗ്ഷനിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ മുരളി കൂടെ ചേരുന്നുണ്ട്. മിഥുൻ, ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഓൾ സയൻസും മറ്റ് പരിസര പ്രദേശങ്ങളും, അതായത് തലസ്ഥാനം ഒന്നാകെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്ലക്കാർഡുകളും അതുപോലെ തന്നെ NDA ചെയർമാൻ കൂടിയായ BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ഈ പദയാത്രയുടെ പ്ലക്കാർഡുകളൊക്കെ തന്നെ നിരന്നിട്ടുണ്ടായിരുന്നു. 19 മണ്ഡലങ്ങളിലൂടെ നടന്ന ഈ യാത്ര ഇന്ന് സമാപിക്കുകയാണ്. തലസ്ഥാനത്ത് അനന്തപുരിയിൽ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും ആവേശത്തോടെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് ജനങ്ങൾ. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം നിയന്ത്രണങ്ങളുണ്ട്, മറ്റു കാര്യങ്ങൾ? രജനി, രാഷ്ട്രീയത്തിനപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തുക ഒട്ടനവധി ആളുകളാണ്. ഈ പരിസര പ്രദേശമാകെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, അവസാനവട്ട തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥരും എല്ലാം ഈ പ്രദേശത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ബാരിക്കേഡുകൾ റോഡിന് ഇരുവശത്തും നിരത്തിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും വാഹനങ്ങളടക്കം ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളടക്കം നീക്കം ചെയ്യുന്നതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരും SPG കമാൻഡേഴ്സും എല്ലാം. നിലവിൽ വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. അരമണിക്കൂർ മുൻപ് മാത്രം 10 മണിയോട് അടുത്ത സമയത്ത് മാത്രം ആയിരിക്കും ബസ്സുകളും മറ്റ് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളും അടക്കമുള്ള ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ജീവിതത്തിന് യാതൊരുവിധ സഞ്ചാര മാർഗത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ തന്നെയാണ് നിലവിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. ഈ ഭാഗങ്ങളിലെല്ലാം BJPയുടെ പ്രവർത്തകരും പൊതുജനങ്ങളും രാവിലെ മുതൽ തന്നെ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. ഹരിത കുങ്കുമ പതാകകൾ ഈ ഭാഗത്തെല്ലാം നിറച്ചിരിക്കുകയാണ്. ഹരിത കുങ്കുമ പതാകകൾ കൊണ്ട് BJPയുടെ പതാകകളും മോദിജിയുടെ പ്രധാനമന്ത്രിയുടെ വലിയ കൂറ്റൻ കട്ടൗട്ടുകൾ കൊണ്ടുമൊക്കെ അദ്ദേഹത്തെ വരവേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു BJP പ്രവർത്തകരും പൊതുജനങ്ങളുമെല്ലാം. രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിൽ BJP പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ടായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അല്പസമയത്തേക്ക് ഇവിടെ നിന്നും പൊതുജനങ്ങളെ മാറ്റിയിട്ടുണ്ട്. SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തി, കമാൻഡേഴ്സ് ഇവിടെ എത്തി. പൊതുജനങ്ങൾക്ക് ഇവിടെ നിലയുറപ്പിക്കുന്നതിനുള്ള കുറച്ച് സമയത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇനി വരും മണിക്കൂർ 10 മണിയോട് അടുക്കുന്ന സമയത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ ബാരിക്കേഡുകൾക്ക് ഇരുവശവും പൊതുജനങ്ങൾ അണിനിരന്നുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ, പ്രധാന സേവകരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പാതയോരങ്ങളെല്ലാം വർണ്ണാഭമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഹരിത കുങ്കുമ വർണ്ണ പതാകകൾ ഈ റോഡിന് ഇരുവശങ്ങളും അണിനിരത്തിയിരിക്കുന്നു. കൂറ്റൻ കട്ടൗട്ടുകൾ ഇരുവശത്തും പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെയും ഒക്കെ വലിയ കട്ടൗട്ടുകളും ബാനറുകളും എല്ലാം ഈ പാതയോരത്ത് ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തകരുടെ കാത്തിരിപ്പാണ്. 2 പ്രധാന പരിപാടികൾ. ഇന്ന് ആദ്യം വിക്രം സാരാഭായി സ്പേസ് സെന്ററിലേക്ക് അദ്ദേഹം പോകും. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പാതയോരത്ത് ഈ വശത്തൂടെയാണ്, ഈ ഭാഗത്തൂടെയാണ് അദ്ദേഹം ആദ്യം ആ പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ പദ്ധതിയുടെ ഭാഗമായി, ഗഗയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടുമ്പോൾ അതിൽ ഒരു മലയാളിയും ഉണ്ടെന്നുള്ള അഭിമാനപരമായ നേട്ടം കേരളത്തിനുമുണ്ട്. ആ പേരുകൾ നിലവിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ പേരുകൾ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ പേരുകൾക്കിടയിൽ ഒരു മലയാളിയും ഉണ്ടാകുമെന്നുള്ള കാര്യമുണ്ട്. 2 പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഇതേ പാതയോരത്ത് ഇതേ വഴിയിലൂടെ തിരിച്ച് അദ്ദേഹം എത്തുന്നു. പദയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും, അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. SPG കമാൻഡേഴ്സ് വലിയ രീതിയിൽ ഈ ഭാഗങ്ങളിലെല്ലാം നിലയുറപ്പിച്ചിട്ടുണ്ട്. പദയാത്രയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാത്തിരിക്കുന്ന സുവർണ നിമിഷങ്ങളാണ് ഇന്ന്. 10 മണിയോടുകൂടി ആരംഭിക്കുക. 12:30യോടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുക. സാധാരണ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയത്തിനപ്പുറം ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ വികസന പദ്ധതികളിൽ ആകർഷകരായ ഒട്ടനവധി ആളുകൾ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തും. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള, വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ
സംസ്ഥാനങ്ങളിലെ ആളുകൾ BJP-യുടെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ഭരണത്തിൽ ആകർഷകരായി BJP-യിലേക്ക് അണിനിരക്കുന്ന ആളുകൾ പങ്കെടുക്കും. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അണിനിരക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആളുകൾ, വിവിധ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെയും എല്ലാം ഗുണഭോക്താക്കൾ, അങ്ങനെ വലിയ ആളുകളുടെ ആൾക്കൂട്ടത്തിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ സമയമാണ് ഇനി കാണാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളെ പറ്റി, ജൽജീവൻ പദ്ധതി, സാധാരണ കുടുംബങ്ങളിലേക്കൊക്കെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള കുടുംബങ്ങൾ, വീടുകൾ, ഭവനങ്ങൾക്കെല്ലാം ഈ കുടിവെള്ള പദ്ധതി ലഭ്യമാക്കുന്ന ജൽജീവൻ പദ്ധതി, ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, സാധാരണ ജനങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1,60,50,000 വീടുകൾക്ക് ഇതിനോടകം തന്നെ അനുമതി നൽകിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പദ്ധതി, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി, സുകന്യ സമൃദ്ധി പദ്ധതി, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, സൗജന്യ ഗ്യാസ് കണക്ഷൻ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, കിസാൻ സമ്മാൻ നിധി തുടങ്ങി ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പങ്കെടുക്കുന്ന ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളും ഒപ്പം തന്നെ സാധാരണ പ്രവർത്തകരും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ ആദൃഷ്ടരായി BJP-യിലേക്ക് എത്തുന്ന ആളുകളുമെല്ലാം. ശരി, വിവരങ്ങൾ നൽകിയത്.